നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളികൾക്കും വാശിപ്പുരങ്ങൾക്കും ഒടുവിൽ യുഎഇയിൽ ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഷാർജയിൽ മലയാളി യുവാവ് മർദ്ദനമേറ്റ് മരിച്ച വാർത്തയാണ് ഇപ്പോൾ പ്രവാസി ലോകത്തുനിന്നും പുറത്തുവരുന്നത്. കണ്ണൂർ പഴയങ്ങാടി മാട്ടൂൾ സ്വദേശി ഇസ്മായിൽ പൊന്നൻ ഇബ്രാഹിം കുട്ടി എന്ന 40-കാരനാണ് ഷാർജ ആൽ നദിയിലെ കാർ പാർക്കിംഗിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ കണ്ണൂർ കൊല്ലം സ്വദേശികളായ 5 മലയാളികളെ ഷാർജ പോലീസ് അതിവേഗം അറസ്റ്റ് ചെയ്തു. ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിലേറെ സജീവമാർന്ന ഇസ്മായിലും പ്രതികളും തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ദിവസങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ടിക്ടോക്ക് ലൈവിലൂടെ ഇവർ പരസ്പരം ചീത്ത വിളിക്കുകയും കൊലവിളി നടത്തുകയും വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെല്ലുവിളികൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം രാവിലെ ഷാർജയിലെ ഒരു കെട്ടിടത്തിന്റെ കാർ പാർക്കിംഗിൽ വെച്ച ഇരുവിഭാഗവും നേരിൽ കാണുകയും കടുത്ത വാഗ്വാദത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. തർക്കം മൂത്തതോടെ 5 പ്രതികൾ ചേർന്ന് മരപ്പലക അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഇസ്മായിലിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. അക്രമത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഇസ്മായിലിനെ ഉടൻ തന്നെ ഷാർജ അൽ ഖാസിമി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രിയുടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദുബായ് കരാമയിലുള്ള ഒരു തമിഴ്നാട് സ്വദേശിയുടെ ബേക്കറി കുൽഫി കടയിലെ ജീവനക്കാരനായിരുന്നു മരണപ്പെട്ട ഇസ്മായിൽ. തൈവളപ്പിൽ ഇബ്രാഹിമിന്റെയും ജുബൈരിയ പൊന്നന്റെയും മകനാണ്. നാജ്മുന്നീസയാണ് ഭാര്യ. ഒരു മകനുണ്ട്, ഇസ്ഹാഖ് എന്നാണ് പേര്. ജുബൈർ, ഹസീന എന്നിവർ സഹോദരങ്ങളാണ്. നിലവിൽ മൃതദേഹം അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ കൃത്യമായ ഇടപെടലിലൂടെയാണ് 5 പ്രതികളെയും ഷാർജ പോലീസ് വലയിലാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകളും CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുള്ളതിനാൽ പ്രതികൾക്ക് UAE നിയമപ്രകാരമുള്ള കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രവാസി സമൂഹം വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയയിലെ അനാവശ്യ ഈഗോയും പ്രകോപനങ്ങളും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലേക്ക് എത്തുന്നതെന്നും ഒരു കുടുംബത്തെ അനാഥമാക്കുന്നതെന്നും തെളിയിക്കുന്നതാണ് ഈ സംഭവം. ദിവസങ്ങളായി ലൈവ് വീഡിയോകളോടെ ഇരുവിഭാഗവും പരസ്പരം ചീത്ത വിളിക്കുകയും കൊലവിളി നടത്തുകയുമായിരുന്നു. ഈ പ്രകോപനങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഇവർ ഷാർജയിലെ കെട്ടിടത്തിൽ വെച്ച് നേരിട്ട് കണ്ടത്. അവിടെ വെച്ചുണ്ടായ കടുത്ത വാഗ്വാദത്തിനൊടുവിൽ സംഘം ചേർന്ന പ്രതികൾ മരപ്പലകയടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇസ്മായിലിനെ അതിക്രൂരമായി തല്ലിച്ചതച്ചത്. തലയ്ക്കും ശരീരത്തിനും മാരകമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ രാത്രിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്.